ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കൊട്ട കേക്ക് അല്ലെങ്കിൽ കപ്പ് കേക്ക്, അതിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലെങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതിനുള്ള സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് ടേസ്റ്റായിട്ട് ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാനുള്ള വേറെ ഒരു സാമഗ്രികൾ നമ്മുടെ കയ്യിലില്ല. നമ്മൾ അടുപ്പത്ത് വെറും പാത്രത്തിലാണ് വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ. പാല് 1/4 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അതേ അളവിൽ തന്നെ സൺഫ്ലവർ ഓയിൽ 1/4 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കാൻ നോക്കുക, തണുത്ത പാൽ എടുക്കരുത്. 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് മൈദ എടുത്തിട്ടുണ്ട്. മുട്ട 3 എണ്ണം, ഒരു ചെറുനാരങ്ങ ചെറുതാണ് എടുത്തേക്കുന്നത്. പിന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്. ഇത്രയും കാര്യങ്ങളാട്ടോ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഈ ബേക്കിംഗ് പൗഡർ ഒരു 32 രൂപ വരുന്നുള്ളൂ. ഇതൊരു വാനില എസൻസ് ഒരു 20 രൂപയാണ് കേട്ടോ. നമുക്കിതുകൊണ്ട് വേറെയും കുറേ പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കേക്കും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്നത് മൈദയും സൺഫ്ലവർ ഓയിലും മാത്രമാണ്. ബാക്കിയൊക്കെ അത്യാവശ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഈ പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചാൽ 3/4 ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരയ്ക്കുക. നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 മുട്ട ഒന്ന് പൊട്ടിച്ചിൽ ഒഴിക്കാം കേട്ടോ. 3 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മഞ്ഞയും വെള്ളയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. എല്ലാം കൂടെ നമ്മൾ ഇനി ഇതിലിട്ട് അടിക്കാനാണ് പോകുന്നത്. പിന്നെ ഈ ചെറുനാരങ്ങ നമ്മൾ ഈ ഒരെണ്ണം പിഴിഞ്ഞ് ചാറെടുക്കട്ടെ കേട്ടോ. ഈ പഞ്ചസാര പൊടിച്ചതിലേക്ക് നമുക്ക് ഈ 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയും തണുത്ത മുട്ട എടുക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞുണ്ട് കേട്ടോ. ഒരു നാരങ്ങ, ചെറിയ നാരങ്ങയാണ്, അത് പിഴിഞ്ഞത് ഒഴിക്കുന്നുണ്ട്. അത് ഈ മുട്ടയുടെ മണമൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് നല്ലതാണ്. വാനില എസൻസ് 1/2 ടീസ്പൂണാണ് കേട്ടോ എടുത്തത്. ഇനി നമുക്ക് ഈ പാലും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/4 ഗ്ലാസ് പാല്, പിന്നെ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ടൊരു കൂട്ടണം കേട്ടോ. കാരണം ഇതിൻ്റെ അധികം ലൂസായിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. കറക്റ്റ് അളവിലായാലാണ് നമുക്കിത് കറക്റ്റായിട്ടിത് പൊങ്ങിയൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് സാധനങ്ങൾ എടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് അരയ്ക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. നമ്മൾ ബീറ്ററൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് പത വരണ വരെ നമ്മളൊന്ന് അരയ്ക്കുക, അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയൊക്കെ ഇട്ട്, മൈദപ്പൊടിയൊക്കെ ഇട്ട് ആദ്യം അടിക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം, നമ്മൾ വയ്ക്കാൻ പോകുന്ന പാത്രം ഒന്ന് മുന്നേ ചൂടാക്കിയിടണം കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം കേട്ടോ. അത് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ഒരു ഫ്രൈ പാനാണ് ഇത് വേവിക്കാൻ എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുള്ളൊരു ഫ്രൈ പാനാണ്, പഴയതാണ്. പക്ഷേ നമുക്ക് ഈ ഡബിൾ ബോയിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും കളയാതെ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിൽ ചെയ്യാം. അതിന് വേണ്ടി ഞാനൊരു പേപ്പർ ഗ്ലാസ്സുകൾ ഒരു 6-7 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാദ്യം തന്നെ ഒന്ന് ചൂടാക്കിയിടണം കേട്ടോ. വളരെ ലോ ഫ്ലെയിമായിട്ട് ചെയ്യട്ടെ എല്ലാം. ഈ പാത്രം കരിയാനോ അടി പിടിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ, നമ്മുടെ ഗ്യാസിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിം ഏതാണോ അതിൽ ചെയ്താൽ മതി. 5 മിനിറ്റ് മുന്നേ ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് വയ്ക്കാം. ഇനി നമുക്കത് അടിച്ചെടുക്കാം കേട്ടോ. ഈ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ 1 ഗ്ലാസ് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ അരിക്കാം. അതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂണ്. ഈ ഒരു ഇത്രയും ഉപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഈ ഉപ്പും കൂടെ നമുക്ക് ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം നമുക്കിതൊന്ന് ഇങ്ങനെ അരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വല്ല കട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പോയി കിട്ടും. ഇപ്പോൾ ചെറിയൊരു തരികളുണ്ട്.
ഉപ്പിൻ്റെയാണ് തരി കേട്ടോ, വേറെ തരികളൊന്നുമില്ല. നമുക്കിതൊരു 3 പ്രാവശ്യമെങ്കിലും ഒന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം കേട്ടോ. ഈ 3 എണ്ണം ഒരു 3 പ്രാവശ്യം ഇപ്പോൾ അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടി ഈ അടിച്ചു വെച്ചേക്കണം നമ്മുടെ ഈ ഒരു കൂട്ടിലേക്കിട്ട് ആദ്യം അടിക്കണം കേട്ടോ. നമുക്ക് ഒന്നെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വല്ലാതെ ഇട്ട് അടിക്കരുത്, കുറേ ഇട്ട് അടിക്കാൻ പാടില്ല. ഇതൊന്ന് മിക്സ് ആയാൽ മതി കേട്ടോ. എല്ലാ പൊടിയിലിട്ടു. ഇതൊന്ന് ഒരു സ്പൂൺ അങ്ങെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആവണം വരെ ഒന്ന് അടിക്കുക. ഇത് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആവണം വരെ ഒന്ന് അടിച്ചാൽ മതി, അധികം ഇട്ട് അടിക്കരുത്. അപ്പോൾ നല്ലൊരു ബാറ്ററായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ നമ്മളെടുത്ത് വെച്ചേക്കണ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ വെക്കാനായിട്ട് ഗ്ലാസ് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഒഴിക്കരുത്, അര ഭാഗം ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഇത് പൊന്തി പുറത്തേക്ക് പോകട്ടോ. അല്ലെങ്കിൽ കറക്റ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അതുവരെ തുറന്ന് നോക്കരുത്. 20 മിനിറ്റ് ആകുമ്പോൾ ആവേണ്ടതാണ്. പിന്നെ ചില ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ്സിലേക്കും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ 2, 4, 6, 7 ഗ്ലാസ്സാണ് ഇപ്പോൾ എടുത്തേക്കണത്. 8 ഗ്ലാസ്സിലേക്കുള്ളതുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് കളറൊന്നും ആഡ് ചെയ്യാത്ത കാരണം നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് കളർഫുള്ളായിട്ടാണ് ഇരിക്കുക. ഇതിന് നമ്മൾ കളറൊന്നും ആഡ് ചെയ്യാനില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ കളറിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. വെക്കുന്നതിന് മുന്നേ നമ്മളിതൊന്നും ഇങ്ങനെ ഒഴിച്ചായിട്ട് ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എയർ ബബിളൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് തട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഒരു അടപ്പുകൊണ്ടാണ് ഞാൻ മൂടുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിലിടുക, ഏറ്റവും ചെറിയ ബർണറിൽ വെക്കുക. 20 മിനിറ്റ് വരെ നമ്മൾ തുറന്ന് നോക്കരുത്. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് ഒരു കോലെടുത്തൊന്ന് കുത്തി നോക്കാം കേട്ടോ, വെന്തിട്ടുണ്ടോ ഇല്ലെന്ന്. വെന്തുണ്ട് കേട്ടോ. എന്തായാലും ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ എല്ലാം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ടാണ് നമ്മളിത് എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നും ഒരു ബീറ്ററില്ല അല്ലെങ്കിൽ ഓവനില്ല, ഒന്നുമില്ലാതെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് കിട്ടണുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ കളറിന് വേണ്ടി നമുക്ക് കളറൊന്നും ഇതിൽ ആഡ് ചെയ്യണമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളിതിൽ എക്സ്ട്രാ കളറുകളൊന്നും ആഡ് ചെയ്യാണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ ധൈര്യമായിട്ട് കൊടുക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൽ എക്സ്ട്രാ ഒരു കൂടുതൽ സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതാട്ടോ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.